നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വർഷം നടക്കുന്ന ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിലും അതിനടുത്ത വർഷം 2028 നടക്കുന്ന ICC T20 വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിലും അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ്. ICCക്കാർ ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു. നമുക്കറിയാം 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ICC ഏകദിന വേൾഡ് കപ്പിൽ 10 ടീമുകളാണ് പങ്കെടുത്തത്. ഒരു ലീഗ് ഫോർമാറ്റ് മത്സരങ്ങളാണ്. എല്ലാ ടീമുകളും എല്ലാവരോടും ഏറ്റുമുട്ടി ആദ്യ 4 സ്ഥാനക്കാർ സെമിയിലേക്ക് എത്തുന്ന രൂപത്തിലായിരുന്നു ആ ടൂർണമെൻറ്റ്. അതിനുശേഷം ഈ 2027 സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ ഈ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റിന് ഒരു ഫോർമാറ്റ് നേരത്തെ പ്രപ്പോസ് ചെയ്തിരുന്നു. അതായത് 14 ടീമുകളുള്ള ഒരു ഫോർമാറ്റ്. അതിന് നേരത്തെ പ്രപ്പോസ് ചെയ്തിരുന്ന ഫോർമാറ്റ് ഇപ്പം മാറ്റി. നേരത്തെ എല്ലാവരും ഇതാണെന്നാണ് കരുതിയത്, അത് മാറ്റി ഇപ്പോൾ പുതിയ ഫോർമാറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണ് പ്രീവിയസ് പ്രപ്പോസ്ഡ് ഫോർമാറ്റും ഇപ്പോൾ ന്യൂ ഫോർമാറ്റ് പുതുതായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഫോർമാറ്റും നോക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഘട്ടം എങ്ങനെയാണ്? 14 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായിട്ട്, 7 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായിട്ട് 42 മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കുന്ന രൂപത്തിലാണ്. ഇപ്പോൾ പുതിയ ഫോർമാറ്റിലേക്ക് വന്നത് റൗണ്ട് 1 എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ടായിരിക്കും. 14 ടീമുകളിൽ 11 ടീമുകൾ നേരിട്ട് റൗണ്ട് 2ലേക്ക് എത്തുമ്പോൾ 12ാമത്തെയും 13ാമത്തെയും 14ാമത്തെയും സീഡ് ചെയ്യപ്പെടുന്ന ടീമുകൾ ഒരു റൗണ്ട് റോബിൻ സൂപ്പർ സീരീസ് കളിക്കും. അതിലെ ടോപ്പ് ടീം മാത്രം റൗണ്ട് 2ലേക്ക് എത്തും. എന്നിട്ട് റൗണ്ട് 2ൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. 6 ടീമുകളുള്ള 2 ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള 11 ടീമും പിന്നെ സൂപ്പർ സീരീസ് ജയിച്ചെത്തുന്ന ഒരു ടീമും ചേർന്ന് 12 ടീമുകൾ. അത് 6 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായിട്ട് മാറും. എന്നിട്ട് അവിടെ മത്സരം നടക്കും. 30 മാച്ചുകളാണ് ടോട്ടൽ ഉണ്ടാവുക. അപ്പോൾ ടോപ്പ് 3 ഫ്രം ഈച്ച് ഗ്രൂപ്പ് പ്ലസ് നെക്സ്റ്റ് ഹയസ്റ്റ് പ്ലേസ്ഡ് ടീം അക്രോസ് ബോത്ത് ഗ്രൂപ്പ്സ് ക്വാളിഫൈ ഫോർ സൂപ്പർ 7. ഒരു സൂപ്പർ 7 എന്നുള്ളൊരു ഫോർമാറ്റ് വരും. അപ്പോൾ 2 ഗ്രൂപ്പിൽ നിന്നും 3 വീതം ടീമുകൾ കയറും. അപ്പോൾ 6 ടീമുകളായി. പിന്നെ 2 ഗ്രൂപ്പുകളിലെയും കൂടി നോക്കിയിട്ട് നെക്സ്റ്റ് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടീമും കൂടി ചേർന്ന് ഒരു സൂപ്പർ 7 ഫോർമാറ്റിലേക്ക് ടീമുകൾ കടക്കും. അതേസമയം നേരത്തെ പ്രപ്പോസ് ചെയ്തിരുന്ന ഫോർമാറ്റിൽ 14 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായിട്ട് കളിച്ചിട്ട് ടോപ്പ് 3 ടീമുകൾ സൂപ്പർ 6ലേക്ക് ക്വാളിഫൈ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പുതിയ ഇപ്പം അംഗീകരിച്ച ഫോർമാറ്റ് അനുസരിച്ച് സൂപ്പർ 7 ആണ് വരുന്നത്. ദെൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രപ്പോസ് ചെയ്ത ഫോർമാറ്റ് അനുസരിച്ച് സൂപ്പർ 6 നടക്കും. സൂപ്പർ 6ൽ 2 ഗ്രൂപ്പുകൾ, 3 ടീമുകളിലെ 2 ഗ്രൂപ്പുകൾ, അങ്ങനെ 9 മത്സരങ്ങൾ നടക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ റൗണ്ട് 3 അതായത് സൂപ്പർ 7 ഇത് റൗണ്ട് റോബിൻ മാച്ചുകളാണ്. അതായത് പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിൽ ലീഗ് മാച്ചുകളെ പോലെയാണ്. അപ്പോൾ 21 മാച്ചുകൾ ഉണ്ടാവും. അതിൽ നിന്ന് ടോപ്പ് 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് പ്രോഗ്രസ് ചെയ്യും. അപ്പോൾ സൂപ്പർ 7ൽ പരസ്പരം ടീമുകൾ ഏറ്റുമുട്ടിയിട്ട് അതിൽ ടോപ്പ് 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് പ്രോഗ്രസ് ചെയ്യും. നേരത്തെ പ്രപ്പോസ് ചെയ്തതനുസരിച്ച് സൂപ്പർ 6ൽ നിന്ന് 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുള്ള സൂപ്പർ 6ൽ നിന്ന് 4 ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തുന്ന രൂപത്തിലാണ്. അത് ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ഈ രൂപത്തിലേക്ക് മാറും. സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ 7ൽ 1ാമതെത്തിയ ടീമും 4ാമതെത്തിയ ടീമും കൂടിയായിരിക്കും ഒരു സെമി ഫൈനൽ. അതുപോലെ തന്നെ സൂപ്പർ 7ൽ 2ാമതെത്തിയ ടീമും 3ാമതെത്തിയ ടീമും തമ്മിലായിരിക്കും മറ്റൊരു സെമി ഫൈനൽ. അതിൽ വിജയികൾ തമ്മിൽ ഫൈനൽ കളിക്കും. ഇതാണ് ഏകദിന വേൾഡ് കപ്പിൻ്റെ പുതിയ ഫോർമാറ്റ് അംഗീകരിച്ചിരിക്കുന്നത്. അതുപോലെ T20 വേൾഡ് കപ്പിൻ്റെ ഫോർമാറ്റിലും ഇപ്പോൾ ഒഫീഷ്യലി മാറ്റം വരുത്തിയിരിക്കുന്നു. ആ കാര്യം ഒഫീഷ്യലായിട്ട് അറിയിക്കുകയും ചെയ്തു. നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പിലെ ഫോർമാറ്റ് എന്തായിരുന്നു, ഇനി 2028 T20 ഫോർമാറ്റ് എന്താണ്. അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലാണ് ഫോർമാറ്റ് വന്നിരിക്കുന്നത്. അത് നോക്കാം നമുക്ക്. ഇപ്പോൾ പ്രീവിയസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 40 മത്സരങ്ങൾ ഉണ്ടായിരിക്കും. 4 ഗ്രൂപ്പുകൾ, 5 ടീമുകൾ വീതമുള്ള 4 ഗ്രൂപ്പുകൾ, 2 ടീമുകൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും പ്രോഗ്രസ് ചെയ്യുന്ന രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് സൂപ്പർ 8 നടക്കും. സൂപ്പർ 8ൽ 2 ഗ്രൂപ്പുകളിലായിട്ട് 4 ടീമുകൾ, അങ്ങനെ 12 മത്സരങ്ങൾ ഉണ്ടാവും. അതായിരുന്നു നേരത്തെയുള്ള ഫോർമാറ്റെങ്കിൽ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് സ്റ്റേജിൽ 5 ഗ്രൂപ്പുകളാണ്. 4 ടീമുകൾ വീതമുള്ള 5 ഗ്രൂപ്പുകൾ, 2 ടീമുകൾ വീതം ഓരോ ഗ്രൂപ്പിൽ നിന്നും മുന്നോട്ട് കടക്കും. അങ്ങനെ സൂപ്പർ 10 ഉണ്ടായിരിക്കും. സൂപ്പർ 10ൽ 2 ഗ്രൂപ്പുകൾ, 5 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ അവിടെ 20 മത്സരങ്ങൾ നടക്കും. അപ്പോൾ നേരത്തെയുള്ള ഫോർമാറ്റ് അനുസരിച്ച് ഈ സൂപ്പർ 8 നടന്നാൽ, 2 ഗ്രൂപ്പുകളായിട്ട് സൂപ്പർ 8 നടന്നാൽ ടോപ്പ് 2 ടീമുകൾ നേരെ സെമി ഫൈനലിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഫോർമാറ്റ് വളരെ ശ്രദ്ധിക്കണം, ഇവിടെ നല്ല വ്യത്യാസമുണ്ട്. അതായത് സൂപ്പർ 10ൽ
5 ടീമുകളിൽ 2 ഗ്രൂപ്പുകൾ, 20 മത്സരങ്ങൾ നടക്കും. അതിലുള്ള ടോപ്പ് ടീം, ഓരോ ഗ്രൂപ്പിലെയും ടോപ്പ് ടീം സെമി ഫൈനലിലേക്ക് നേരിട്ടെത്തും. അപ്പോൾ ഓരോ ടീമുകളെ നേരിട്ട് സെമി ഫൈനലിലേക്ക് അവിടെ എത്തുന്നുള്ളൂ. എന്നിട്ട് രണ്ട് ഗ്രൂപ്പുകളിലും 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള ടീമുകൾ നേരെ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലെ 3ാം സ്ഥാനത്തുള്ള ടീമുമായിട്ട് ഒരു എലിമിനേറ്റർ കളിക്കും. ആ എലിമിനേറ്റർ ജയിച്ചെങ്കിൽ മാത്രമേ സെമി ഫൈനലിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഒരു പ്രത്യേകത. ഒരു എലിമിനേറ്റർ എന്ന് പറയുന്ന ഒരു റൗണ്ട് കൂടി വരുന്നു. അപ്പോൾ ആ ഒരു എലിമിനേഷനിൽ 2 മാച്ചുകൾ വരും. അപ്പോൾ അങ്ങനെ ജയിച്ചെത്തുന്നവർ നേരിട്ട് സെമിയിലേക്ക് എത്തിയവരുമായിട്ട് സെമി ഫൈനൽ കളിക്കും, പിന്നെ ഫൈനലിലേക്ക് പോകും. അതാണ് T20 വേൾഡ് കപ്പിൻ്റെ പുതിയ ഫോർമാറ്റ്. ഏതായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫോർമാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നർത്ഥം. എന്തായാലും ഇതൊക്കെ എങ്ങനെ നടക്കുമ്പോൾ, എന്തായാലും ഇത് നടക്കും അതല്ല പറയുന്നത്, ഇത് നടക്കുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടാവും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.